ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്തു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദുബായിൽ നിന്നും ജോൺ ജോയി മാത്യു ബ്രദറാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തനിക്ക് ഈ ജൂലൈ 10 മുമ്പായി ഒരു വലിയ ദൈവപ്രവൃത്തി കാണേണ്ടതിനായിട്ട്, ദൈവത്തിൻ്റെ കരം തനിക്ക് അനുകൂലമെന്ന് കാണേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. തൻ്റെ തലമുറയുടെ വിഷയത്തിനകത്ത് ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്തെന്ന് കേൾക്കേണ്ടതിനായിട്ട് എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവത്തോട് കഴിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. ഞാനത് വിശ്വസിക്കുകയാണ്. അതേപോലെ തന്നെ അടുത്ത പ്രാർത്ഥന വിഷയം, തൻ്റെ ജോലിയിൽ എല്ലാ മേഖലയിലും ഒരു ദൈവിക പ്രൊട്ടക്ഷനും എല്ലാ കാര്യത്തിനകത്തും ദൈവിക ഫേവറും ചലിക്കേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ തൻ്റെ മാതാവിനെയും പിതാവിനെയും കർത്താവിൻ്റെ കരത്തെ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്നു ഈ 6-ാം മാസം തീരുന്നതിന് മുമ്പേ തന്നെ ഒരു വലിയ ദൈവപ്രവൃത്തി ഞാൻ കാണാൻ പോവുകയാണ്. എൻ്റെ കൂടെ എല്ലാവരും കണ്ണുകൾ അടയ്ക്കണം, പ്രാർത്ഥിക്കണം. നമുക്ക് വിശ്വസിക്കാം. ഞാനത് വിശ്വസിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളുടെ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തണമേ, അത്ഭുതകരമായ വിടുതൽ വെളിപ്പെടുത്തണമേ അപ്പ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവകൃപ, വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇപ്പോൾ ഞങ്ങളുടെ മകന് വേണ്ടി വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നത് കൊണ്ട് കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആർക്കും കടക്കാരനല്ലാത്ത ദൈവത്തിൻ്റെ കരം ഇപ്പോൾ തനിക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങ് ഒരു അത്ഭുതം തനിക്ക് വേണ്ടി ചെയ്തതിനായി നന്ദി. തൻ്റെ തലമുറയുടെ വിഷയത്തിനകത്ത് ഈ ജൂലൈ 10 മുമ്പേ ഒരു വലിയ മറുപടി, ഒരു വലിയ ദൈവപ്രവൃത്തി അങ്ങ് അയച്ചതിനായി സ്തോത്രം. യേശുവിൻ്റെ വിലയുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതേ നിലയിൽ തന്നെ തൻ്റെ ജോലിയിൽ നിൽക്കുന്ന എല്ലാ എതിരുകളും മാറി ആ ജോലിയിൽ ദൈവത്തിൻ്റെ വലിയ നന്മയും സമാധാനവും താൻ ഈ മിനിറ്റിൽ അനുഭവിക്കട്ടെ. ആ ജോലിയിൽ തൻ്റെ വിരോധങ്ങൾ മാറിയെന്ന് പറയുവാൻ തക്കവണ്ണം ഇതാ ദൈവിക ഫേവറുകൾ വെളിപ്പെട്ട് വരട്ടെ അപ്പ. താൻ ചെയ്യുന്നതൊക്കെയും സാധിക്കേണ്ടതിനായി കർത്താവെ പൂർണ്ണമായി ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മാതാവിനെയും പിതാവിനെയും ഏൽപ്പിക്കുന്നു. അവരെ സൂക്ഷിക്കണമേ അപ്പ. അവരെ സൗഖ്യത്തോടെ മുമ്പോട്ട് നടത്തണമേ അപ്പ. അവരെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായെന്ന് പറയാൻ തക്കവണ്ണം സ്വർഗ്ഗം ഒരു വലിയ അത്ഭുതം ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വരാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നു. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ വലിപ്പം, ദൈവവചനത്തിൻ്റെ ആഴം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഈ തിരുവചനത്തിൻ്റെ മുമ്പിൽ ഏകാഗ്രഹൃദയത്തോടെ നിൽക്കുമ്പോൾ അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണെന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരോട് എനിക്ക് പറയാനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെ വിശ്വസിക്കുന്നതിനോട് എനിക്ക് പറയാനുണ്ട്, ദൈവത്തിന് അസാധ്യതകളെ സാധ്യമാക്കാൻ കഴിയുമെങ്കിൽ ഈ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ഏറ്റെടുക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ കർത്താവെ എന്നോട് നിലനിൽക്കണമേ, എന്നെ ഒന്ന് തുടരണമേ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനോട് ഞാൻ വിളിച്ചു പറയുന്നു, ഈ വചനം നിനക്ക് കാവലായി മാറാൻ പോവുകയാണ്. ഈ വചനം നിനക്ക് വേണ്ടി അയക്കപ്പെടാൻ പോവുകയാണ്. ഈ വചനം നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങളെ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ. ഞാൻ ഇങ്ങനെ തന്നെ വിളിച്ചു പറയുന്നു, ജീവിതത്തിനകത്ത് വലിയ ചില വാതിലുകൾ തുറന്നു വരാൻ പോകുന്നു. എന്നെന്ന് ചോദിച്ചാൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം പറയുന്നു, ഇതാ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് കര ഉയർത്തിപ്പിടിച്ചൊക്കെ ഇപ്പോൾ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വാതിൽ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി തുറക്കണമേ, എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമേ. അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തോ. കാരണം ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങൾ വിശ്വസിക്കുന്നതിനേക്കാൾ വലിപ്പമായി നിങ്ങളിൽ ചെയ്യുവാൻ കഴിയും. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത പത്രോസിൻ്റെ പടകിൽ ദൈവശബ്ദം അവൻ്റെ പടകിനെ മാത്രമല്ല അടുത്ത പടകളെ കൂടെ നിറയ്ക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ആഴമായി വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളൊരു കവിഞ്ഞൊഴുക്കിലേക്ക്, നിങ്ങളൊരു അത്ഭുതത്തിലേക്ക്, നിങ്ങളൊരു ദൈവപ്രവൃത്തിയിലേക്ക് അടുക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായത് എന്തോ ഒന്ന് ദൈവം ചെയ്യുമെന്ന് ആഴമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, ഇത് നിങ്ങളുടെ സമയമാണ് എന്ന്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകപ്രകാരം ഒത്തിരി തകർന്ന, ഒത്തിരി വേദനിക്കുന്ന, ഒത്തിരി ഭാരപ്പെടുന്നവരോട് എനിക്ക് പറയാനുണ്ട്, എല്ലാ മിനിറ്റുകളിലും അല്ലെങ്കിൽ എല്ലാ സമയത്തും ഒരു ദൈവിക സമയം നിങ്ങളിലോട്ട് തിരിയുന്നുണ്ട്. അത് ഞാനും നിങ്ങളും ശ്രദ്ധിച്ചാൽ, അതിനുവേണ്ടി ഒന്ന് തല ഉയർത്തി നോക്കിയാൽ, അതിനെ ഒന്ന് സ്വീകരിക്കാൻ നോക്കിയാൽ, ഇപ്പോൾ ആ വിടുതൽ നിന്റെ പടകിൽ കയറാൻ പോവുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടാതെ വല കഴുകി അടുത്ത ദിവസം ഇനി എന്തെങ്കിലും സംഭവിക്കത്തോളം എന്നായിരിക്കാം പത്രോസിന്റെ ആഴം. എന്ന് പറഞ്ഞാൽ നിരാശ ഉണ്ടാകാം, വേദന ഉണ്ടാകുമെങ്കിലും വല കഴുകുന്നതിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം വീണ്ടും പോകാമെന്നുള്ളതാണ് അതിൻ്റെ ആഴം. ആ നിലയിൽ വല കഴുകുമ്പോഴും അവൻ തല ഉയർത്തി നോക്കുമ്പോൾ യേശു അവൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ പടകിനെ വിട്ടുകൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കുക. ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു കൈറോസ് മൊമെന്റ് ചലിക്കാൻ പോകുകയാണ്. ദൈവം കയറുന്ന, ദൈവം തൊടുന്ന, ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഒരു സമയം. ആ 12 വർഷമായി രക്തസ്രാവസ്ത്രീയായിരിക്കുന്ന ആ സ്ത്രീയെ നിങ്ങൾ നോക്കുക. എല്ലാ വൈദ്യന്മാരും ഉപേക്ഷിക്കുകയും ഏറ്റവും പരവശയായവൾ, അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ട് തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഒത്തിരി വിരോധങ്ങൾ അവൾക്ക് മുമ്പിലുണ്ട്. അവൾക്ക് സാഹചര്യ വിരോധമാണ്, മതം വിരോധമാണ്, ഇതെല്ലാം വിരോധമാണെങ്കിലും അവളുടെ വിശ്വാസം അവൾക്ക് വേണ്ടി പറയാൻ തുടങ്ങുമ്പോൾ അവളുടെ മുമ്പിൽ ആ കൈറോസ് മൊമെന്റ് ഓപ്പൺ ആകുകയാണ്. അവൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുത വഴി തുറന്നു കൊടുക്കും. എത്ര തിക്കും തിരക്കുവാണെങ്കിലും ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, യേശു നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധ്യതയില്ലെങ്കിലും വിശ്വസിക്കാമെങ്കിൽ ഒരു കൈറോസ് മൊമെന്റ് നിങ്ങളുടെ മുമ്പിലോട്ട് വെളിപ്പെട്ട് വരാൻ പോകുന്നു. നിന്റെ ജീവിതത്തിനകത്ത് വലിയ വാതിൽ തുറന്നു വരാൻ പോകുന്നു. വിശ്വാസത്തിൽ സ്വീകരിക്കുക. അസാധാരണമായത് എന്തോന്ന് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഈ മാസത്തിൻ്റെ പ്രത്യേകത, ഈ 6-ാം മാസം എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, ദൈവദൂതന്മാർ ചലിക്കുന്ന മാസമാണ്, ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്ന മാസമാണ്. ആഴമായി വിശ്വസിക്കുക. ഒരു അസാധാരണ ദൈവപ്രവൃത്തിക്കായിട്ട് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ചിലവരെ ഒന്നുമില്ലാത്തടത്തുനിന്ന് ഉയർത്താൻ പോവുകയാണ്, ഒന്നുമില്ലാത്തടത്തുനിന്ന് ദൈവം മാനിക്കാൻ പോവുകയാണ്. ഞാൻ ആഴമായിട്ട് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവർ ആത്മാവിൽ ചലിക്കുക, ദൈവപ്രവൃത്തികൾ കാണട്ടെ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവവചനം ശ്രദ്ധിച്ചു നോക്കി. 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അയക്കപ്പെടുന്ന വചനത്തിൻ്റെ പ്രത്യേകത അത് വെറുതെ തിരിച്ചു പോകത്തില്ലെന്ന് യേശയ്യാവ് 55-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നു. അത് അതിൻ്റെ കാര്യം തികച്ച് അതിൻ്റെ ഇഷ്ടം സാധിപ്പിച്ചിട്ട് മാത്രമേ അത് മടങ്ങിപ്പോകത്തുള്ളെങ്കിൽ ഇപ്പോൾ ഒന്ന് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവെ, വചനത്തിൻ്റെ ആ വലിയ ശക്തിയും സാന്നിധ്യവും അനുഭവിക്കേണ്ടതിനായിട്ട് ഞാൻ ഒരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയാണപ്പാ. ഇപ്പോൾ തന്നെ എനിക്ക് വേണ്ടി അങ്ങൊന്ന് കരുതിയിട്ടുണ്ടെന്നും ഞാൻ ഇങ്ങനൊന്ന് വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്. ചിലവർ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറയുന്നുണ്ടെങ്കിൽ, ദൈവത്തെ ഉയർത്തുന്നവരുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി കൊമ്പ് കാട്ടിൽ കൊരുങ്ങിക്കിടക്കുന്ന ഒരാട്ടുകൊറ്റനെ ഈ മീറ്റിംഗ് തീരുന്നതിന്, ഈ വചന സന്ദേശം തീരുന്നതിന് മുമ്പേ നിന്റെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്താൻ ശക്തനാണ്. കാരണം നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാണ്, നമ്മുടെ ദൈവം വാക്കുമാറാത്തവനാണ്. അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുണ്ട്, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ പ്രതികരിക്കുന്നവരാണെങ്കിൽ, തിമായിയുടെ മകനായ ബർത്തിമായിക്ക് വേണ്ടി യേശു നിന്നതുപോലെ ഈ വചനത്തിൻ്റെ അനുഭവത്തിൽ ഇതാ ചിലവർക്ക് വേണ്ടി ദൈവം നിവൃത്തികരണത്തിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവരെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യിരെമ്യാവ് 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നു, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചുകൊള്ളും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനത്തിനകത്തൊന്ന് പ്രതികരിക്കുമ്പോൾ എനിക്ക് പറയാനുണ്ട്, ഈ വചനത്തിന് ജീവനുണ്ട്. ഈ വചനം ജീവനും ആത്മാവും ഉള്ളതാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ വെളിച്ചമാണ് ഈ വചനം. ഇതിനകത്ത് നീ പ്രതികരിക്കാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതത്തിനകത്ത് അടഞ്ഞു കിടക്കുന്ന നന്മകൾ ഇതാ തുറന്നു വരാൻ പോവുകയാണ്. വെളിച്ചത്തിൻ്റെ ആ ശക്തിയെ തിരിച്ചറിഞ്ഞ്, വെളിച്ചത്തിൻ്റെ ആ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് ഒരു അസാധാരണ കൈമാറ്റം ചിലവരെ വെളിപ്പെട്ടു വരട്ടെ. ചിലവർക്ക് വേണ്ടി അത് അസാധാരണമായ വഴിയായി തീരട്ടെ. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ചിലത് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അനുകൂലമാകാൻ പോവുകയാണ്. 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വിശ്വാസത്തിൽ ഏറ്റെടുത്തുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ഇന്നുവരെയും കാണാത്തൊരു വെളിച്ചം ഇപ്പോൾ എനിക്ക് മുമ്പിൽ വെളിപ്പെട്ട് വരേണ്ടതിനായി, എൻ്റെ ജീവിതത്തിനകത്ത് അത് വെളിപ്പെടേണ്ടതിനായി ഞാൻ ആഴമായി പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ 6-ാം മാസത്തിൽ പ്രാർത്ഥനയോടിരിക്കുന്ന, ഏകാഗ്രഹൃദയത്തോടിരിക്കുന്ന, ഒരുക്കത്തോടിരിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, യഹോവയെ കാത്തിരുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ച് കയറും. ആത്മാവിൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് വിശ്വസിച്ച്, 6-ാം മാസം നിന്നെ നോക്കി നിന്ദിച്ചവർ 7-ാം മാസത്തിൽ നിന്റെ ഉയർച്ച കാണാൻ പോവുകയാണ്. നിന്റെ മേളിൽ ഒരു അസാധാരണ വിടുതലും ദൈവപ്രവൃത്തിയും കാണാൻ പോവുകയാണ്. 6-ാം മാസത്തിലെ അസാധാരണമായ
ആത്മാർത്ഥമായ ഒരു ചിന്ത ഞാൻ നിങ്ങളുമായി കൈമാറുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം നമ്മൾ പല നിലകളിലാണ് അനുഭവിക്കുന്നത്. ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ചിലവർ നിർത്താതെ കൈയടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലവർ ശക്തമായി ദൈവത്തെ വാതുറന്ന് ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലവർ ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്നുകൊണ്ട് ചാടി ആരാധിക്കുന്നത് കണ്ടിട്ടുണ്ട്. പല നിലകളിൽ ദൈവ സാന്നിധ്യം മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കാൻ പറ്റും. തൊടുന്ന നിലയിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നത് കാണാൻ പറ്റും. ആത്മാവിൽ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, പ്രഭാതത്തിൽ നിങ്ങളായിരിക്കുന്ന സമയത്തൊക്കെ ഈ ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ വീടിന് ഫ്രണ്ടിൽ മഞ്ഞിറങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ നോക്കി ഊട്ടി ആ സ്ഥലങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിൽ രാവിലെ നോക്കിയാൽ മഞ്ഞ് കാണാൻ പറ്റും. ആ നിലകളിൽ തന്നെ കാശ്മീർ ഹല്ലേലൂയ ആ വലിയ മലനിരകളിൽ നിൽക്കുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മഞ്ഞിനെ ഐസായിട്ട് തൊടാൻ പറ്റും. എന്ന് പറഞ്ഞാൽ സാന്നിധ്യം വർദ്ധിക്കുന്നത് കാണാൻ പറ്റും. ആ സാന്നിധ്യം വർദ്ധിക്കുന്നു എന്ന് പറയുന്നത് പോലെ കഴിഞ്ഞ 5 മാസങ്ങളിൽ സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ സാന്നിധ്യത്തെ കാണാൻ പറ്റുന്നില്ല. എന്നാൽ 6-ാം മാസം നീ അനുഭവിച്ച ദൈവ സാന്നിധ്യം, ദൈവശക്തി ഇതാ നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, 6-ാം മാസം മറിയയുടെ അടുക്കൽ ഇറങ്ങി വന്ന ദൂതന്മാരെ നിന്റെ കണ്ണുകൾ കൊണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി ചലിക്കുന്ന ദൂതന്മാരുണ്ട്, നമ്മുടെ സേവാത്മാക്കളുണ്ട്. പക്ഷെ നമുക്ക് അവയൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഈ 6-ാം മാസം മുതൽ ചിലത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. മഹത്വത്തിൻ്റെ പ്രത്യേകത, സാന്നിധ്യത്തിൻ്റെ ഉയർന്ന തലമാണ് മഹത്വം. ദൈവമഹത്വം ഇതാ നിന്റെ മുമ്പിൽ മാനിഫെസ്റ്റ് ആകാൻ പോവുകയാണ്, നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. മറിയ നാളുകൾ ദൂതന്മാരെ കുറിച്ച് കേട്ട് കാണാം. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ യഹൂദ മതനിയമം അനുസരിച്ച് പെൺകുട്ടികൾ 6 മുതൽ 12 വരെയുള്ള വയസ്സിൽ തോറ അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥം പഠിക്കുകയും അതിനകത്ത് പ്രാഗൽഭ്യം നേടുകയും ചെയ്യണമെന്നുള്ളത് അത് മസ്റ്റായ കാര്യമാണ്, അല്ലെങ്കിൽ അത് ഉറപ്പാക്കേണ്ട കാര്യമാണ്. അത് അവരുടെ മെച്യൂരിറ്റിയും അവരുടെ വിദ്യാഭ്യാസത്തെയും കാണിക്കുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ 6 മുതൽ 12 വരെയുള്ള വയസ്സുകളിൽ തോറ പഠിച്ച് ആഴമായി മനസ്സിലാക്കിയ ചിലവരെ നോക്കി ഞാൻ വിളിച്ചു പറയുകയാണ്, ഈ പുസ്തകത്തിനകത്ത് ഹല്ലേലൂയ ദാഹിക്കുന്നുണ്ട്. ഈ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 119-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ ന്യായപ്രമാണങ്ങളിൽ വെച്ചിരിക്കുന്ന അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണം. ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഈ ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുകയും ആഴമായി മനസ്സിലാക്കിയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതാ മറിയുടെ കണ്ണു തുറക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അവളുടെ ദാഹം വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ 12-ാമത്തെ വയസ്സ് വരെ മോശയുടെ 5 പുസ്തകങ്ങൾ വായിച്ചവളുടെ ഉള്ളിൽ ദാഹം തുടങ്ങി കാണാം. ഞാനിങ്ങനെ ഒന്ന് വിളിച്ചു പറയുകയാണ്, 34-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവൻ. ഇതാ മറിയ ദൈവത്തെ രുചിക്കാൻ തുടങ്ങിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തെ അറിയാൻ തുടങ്ങി. അങ്ങനെ അവൾ ഇതാ പ്രവാചക പുസ്തകത്തിലേക്ക് വന്നു കാണാം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 700 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുന്നു, കന്യകയിൽ നിന്ന് ലോകത്തിന്റെ രക്ഷിതാവ് ജനിക്കുമെന്ന്. അവൾ അത് മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കാണും, അടിയനിതാ എൻ്റെ മേളിൽ കരുണ കാണിക്കണമേ, എന്നിൽ പ്രസാദിക്കണമേ എന്ന് ഒരുപക്ഷെ അവൾ പ്രാർത്ഥിച്ചു കാണും. കാരണം എന്തെന്ന് ചോദിച്ചാൽ ആഗ്രഹവും ദാഹവും ഒരുക്കമുള്ള ചിലതിനെയാണ് ദൈവം അന്വേഷിക്കുന്നത്. ഞാൻ ആ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, ആ സമയങ്ങളിൽ മറിയ എന്ന പേര് സുപരിചിതമാണ്. അനേക മറിയമാരുള്ളിടത്തുനിന്ന് യേശുവിൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുത്ത ആ മറിയെ ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അവളുടെ മേളിലുള്ള തിരഞ്ഞെടുപ്പ്, അവളുടെ മേളിലുള്ള വിളിയെ സ്വർഗം കാണുകയാണ്. ഇതാ ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആക്സിഡൻ്റലി അല്ല ഈ വചനം ശ്രദ്ധിക്കുന്നത്, നിങ്ങളിതാ ഒരുക്കത്തോടാണ്, പ്രാർത്ഥനയോടാണ്, കണ്ണുനീരോടാണ് നിൽക്കുന്നതെങ്കിൽ ഒരു ദൈവദൂതൻ നിൻ്റെ മുമ്പിൽ മാനിഫെസ്റ്റ് ആകാൻ പോവുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിൻ്റെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 26-27 വാക്യങ്ങൾ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ 27-ാമത്തെ വാക്യം, ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്ന പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയെന്നായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, 6-ാം മാസത്തിൽ ഗബ്രിയേൽ എന്ന ദൂതനെ നസറേത്ത് ഗലീല പട്ടണത്തിൽ ഇതാ മറിയയുടെ അടുക്കിലേക്ക് ദൈവം അയക്കുകയാണ്. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളിതാ ഒരു ചരിത്രമായി മാറാൻ പോവുകയാണ്. ചരിത്രം എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. മലാക്കി പ്രവചനം മുതൽ മത്തായിയുടെ സുവിശേഷം വരെയും 400 വർഷത്തെ അന്തരംഗമാണുള്ളത്. 400 വർഷത്തെ ഈ ഗ്യാപ്പിൽ സൈലന്റ് പീരീഡ് എന്ന ചില ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നു. ചിലവർ വിളിച്ചു പറയുന്നു ഇതൊരു അന്ധകാര യുഗമാണ്. ഇതിനകത്തൊരു ദൈവശബ്ദമോ ഒരു പ്രവാചക ശബ്ദമോ ഇല്ല. ഇതാ സൈലൻ്റായി, ദൈവശബ്ദമില്ലാതെ
ജനങ്ങൾ ദൈവമാരാന്ന് തിരിച്ചറിയാതെ മുമ്പോട്ട് പോകുന്ന ഒരു 400 വർഷം. അതിൻ്റെ നടുവിലാണ് ഇതാ ഒരു പെൺകുട്ടി ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ കണ്ണുകൾ അവളുടെ മേളിൽ വെളിപ്പെടുന്നത്. ഞാൻ ഇങ്ങനൊന്ന് വിശ്വസിക്കുന്നു, അവളെ തിരഞ്ഞ് സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിലവരെ നോക്കി വിളിച്ചു പറയുന്നു, നിങ്ങൾ ആക്സിഡൻ്റലി അല്ല ഈ വചനം കേൾക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ നിങ്ങളുടെ മേളിൽ സംഭവിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ സന്ദർശനം ഉണ്ടാകാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ കാണാൻ പോവുകയാണ്. ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഒരുമിച്ച് പരിശുദ്ധാത്മാവെ, ഒരളവിന് മേളിൽ ഇപ്പോൾ ഒരു ദൈവപ്രവൃത്തി എന്നെ കാണുന്നവരെ മേളിൽ വെളിപ്പെട്ട് വരട്ടെ. ഞാൻ ഇങ്ങനൊന്ന് വിളിച്ചു പറയട്ടെ, നീണ്ട വർഷങ്ങൾ ഒരു ദൈവപ്രവൃത്തി കാണാത്ത ചില ഭവനങ്ങളിൽ നിന്നിലൂടെ ഒരു ദൈവപ്രവൃത്തി എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. ഇതാ മറിയയുടെ അടുക്കലേക്ക് ദൂതൻ ഇറങ്ങി വരുമ്പോൾ ഞാനിങ്ങനെ വിളിച്ചു പറയുന്നു, 400 വർഷത്തെ ചരിത്രത്തെ അവൾ പൊളിക്കാൻ പോവുകയാണ്. 400 വർഷത്തെ അന്ധകാരത്തിനെ അവൾ പൊട്ടിച്ചുകൊണ്ട് ഇതാ ദൈവത്തിന്റെ പ്രകാശത്തെ, ദൈവത്തിന്റെ ദൂതനെ അവളിലൂടെ നിവർത്തീകരണത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുന്ന ചിലവരെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, ഇത് ദൈവിക സമയമാണ്, ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ചില കുടുംബങ്ങളുടെ വിടുതലിന് വേണ്ടി ദൈവം നിന്നെ കാണുകയാണ്. ഇങ്ങനൊന്ന് ആഴമായി പറയട്ടെ, ചില ഭവനങ്ങളിൽ ചിലവരെ ദൈവം കാണുന്നത് ആ ഭവനത്തിന്റെ വിടുതലിന് വേണ്ടിയും ആ പട്ടണത്തിന്റെ വിടുതലിന് വേണ്ടി ആ സഭയുടെ വിടുതലിന് വേണ്ടിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുക്കത്തോടൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് എന്നെ കണ്ടിരിക്കുന്നതിനായി നന്ദി, ഇന്ന് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതിനായി നന്ദി, ഇന്ന് എന്നെ തൊടാൻ പോകുന്നതിനായി നന്ദി, ഇന്ന് എൻ്റെ മുമ്പിൽ വലിയ എൻകൗണ്ടറുകൾ സംഭവിക്കാൻ പോകുന്നതിനായി നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഒരു വലിയ ദൈവപ്രവൃത്തി എന്നെ കാണുന്ന ചിലവരെ മുകളിൽ ഇപ്പോൾ വെളിപ്പെട്ട് വരുന്നു ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇതാ മറിയയുടെ അടുക്കലേക്ക് ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി വരികയാണ്. ഒരുക്കത്തോടെ നിൽക്കുന്ന, അല്ലെങ്കിൽ വിവാഹം നിശ്ചയം കഴിഞ്ഞു നിൽക്കുന്ന ആ മറിയയുടെ അടുക്കലേക്ക്, വിവാഹം നിശ്ചയം കഴിഞ്ഞ കന്യകമാരുടെ പ്രത്യേകത, അവർ അകത്ത മുറിയിലാണ് ഹല്ലേലൂയ ഇതാ മണവാളന് വേണ്ടി കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ 28-ാമത്തെ വാക്യോടെ നമ്മളൊന്ന് വായിക്കുകയാണ്. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ച്, ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്നു എന്ന് പറഞ്ഞാൽ അകത്ത് പ്രാർത്ഥനയോടിരിക്കുന്ന, അകത്ത് ഒരു ഒരുക്കത്തോടിരിക്കുന്ന, അകത്ത് വിവാഹത്തിൻ്റെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവളുടെ അടുക്കലേക്ക് ദൂതൻ ചെല്ലുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഏത് അനുഭവത്തിലാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇപ്പോൾ ഒരു ദൈവിക ഇടപെടൽ നിങ്ങളുടെ മേളിൽ സംഭവിക്കാൻ പോകുകയാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നതിനോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ 6-ാം മാസം നിന്റെ ജീവിതത്തിനകത്ത് ദൂതന്മാരുടെ ഇടപെടൽ, സ്വർഗത്തിൻ്റെ ഇടപെടൽ സംഭവിക്കാൻ പോവുകയാണ്. ഏൽപ്പിച്ചു കൊടുത്തു പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. അടുത്ത പദം പറയുകയാണ്, നീ ഗർഭം ധരിച്ച ഒരു ശിശുവിനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേരിടണം. എന്നെ കേൾക്കുന്നവരെ, കന്യകയായ മറിയ ഇത് കേട്ടിട്ട് ആശ്ചര്യപ്പെടുന്നുണ്ടാകും. അടുത്ത താഴോട്ടുള്ള വാക്യങ്ങൾ പറയുകയാണ്. മറിയ ചോദിക്കുന്നു, ഞാനൊരു പുരുഷനെ അറിയാതെ ഇതെങ്ങനെ സംഭവിക്കും? വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ആഴം, ഈ 6-ാം മാസം സൂപ്പർ നാച്ചുറലായ കാര്യങ്ങൾ, തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ദൂതനാൽ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുന്നു. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ 10 വർഷമായി, 12 വർഷമായി, 5 വർഷമായി, 7 വർഷമായി ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു നന്മയും കണ്ടിട്ടില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇത് അമാനുഷിക ശബ്ദമല്ല, ഇത് നിന്റെ അടുക്കലേക്ക് ദൈവം ദൂതനെ അയക്കുകയാണ്. നിന്റെ വഴികളെ തുറക്കേണ്ടതിനായി, നിന്റെ ജോലിയുടെ വാതിൽ തുറക്കേണ്ടതിനായി, നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ദൈവം ചെയ്യേണ്ടതിനായിട്ട് ആത്മാവിൽ സ്വീകരിക്കുന്നതിനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവൻ ഏറ്റെടുത്തോ. നീ ഒരു അത്ഭുത വിഷയമായി തീരാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ, പുതിയ നിയമത്തിൽ ആദ്യത്തെ സൂപ്പർ നാച്ചുറൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ, പുരുഷനെ അറിയാതെ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്ന കന്യക വെളിപ്പെടുന്നത് മറിയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൂതന്മാരുടെ ചലനമുണ്ടാകാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ആ സമയത്ത് സമർപ്പണത്തോടെ മറിയ ഇത് സ്വീകരിക്കാൻ പോവുകയാണ്. മറിയ ദൂതനോട് ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയാതെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ദൂതൻ മറുപടി പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേലിൽ വരാൻ പോകുന്നു, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേലിൽ നിഴലിടാൻ പോവുകയാണ്. ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകരുടെ മേളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ചലനമുണ്ടാകുകയാണ്. അനേകരുടെ മേളിലേക്ക് ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഇതാ ദൈവശക്തിയിൽ ചിലത് വെളിപ്പെട്ട് വരാൻ പോകുന്നു. ചില വാതിലുകൾ തുറന്നു വരികയാണ്. നിനക്ക് വേണ്ടി ദൈവം വലിയ ചില വഴികൾ തുറക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചോ. നിനക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ചില വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കുന്നു. ഇതേ അധ്യായത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ
മറിയയുടെ അടുക്കൽ വരുന്ന ദൂതൻ അതിനു മുമ്പായി ആലയത്തിൽ ധൂപം കാട്ടാൻ നറുക്കുവീണ സക്രിയാവിന്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ ആലയത്തിൽ ഇറങ്ങി ചെല്ലുകയാണ്. പ്രാർത്ഥനയോടെ നിൽക്കാൻ പറ്റുമെങ്കിൽ ഇതാ ദൂതൻ ചില മറുപടികൾ ചിലവരോട് പറയാൻ പോവുകയാണ്. സക്രിയ പുരോഹിതനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നീണ്ട നാളുകളായി ഒരു കുഞ്ഞിനു വേണ്ടി അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ദൂതൻ സക്രിയാവിനോട് പറയുന്നത്, ഭയപ്പെടേണ്ട സക്രിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നീണ്ട നാളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയും, നിന്റെ ഭയം മാറാൻ പോകുന്നു. നിന്റെ പ്രാർത്ഥന ഒരു ആശ്ചര്യമായി ഉത്തരമായി ഇതാ വെളിപ്പെട്ട് വരികയാണ്. സക്രിയാവിന്റെ ഭാര്യ അതേ സമയം തന്നെ വിളിച്ചു പറയുകയാണ്, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദയെ ദൈവം മാറ്റുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വർഷങ്ങൾ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലെന്ന് പറഞ്ഞ കളിയാക്കലുകൾ, നിന്ദ ഇപ്പോൾ ദൈവം എടുത്തു മാറ്റുകയാണ്. ഒരു ആശ്ചര്യം, ഒരു അത്ഭുതം ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു. ആത്മാവിൽ ഇത് സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിച്ചേ. എൻ്റെ കൂടെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ഇതാ സമർപ്പണത്തിൽ നിൽക്കുന്ന ചിലതിൻ്റെ മുകളിൽ ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം സക്രിയാവിൻ്റെ അടുക്കൽ വന്നു. അതേ സക്രിയാവിൻ്റെ ഭാര്യ പറയുന്നു, എൻ്റെ നിന്ദയെ ദൈവം മാറ്റി. എന്നിട്ടാണ് താഴോട്ട് മറിയയുടെ അടുക്കലേക്ക് ഈ ദൂതൻ കടന്നു വരുന്നത്. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, പുരുഷനെ അറിയാതെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ മറിയ ആ ദൂതിനകത്ത് പ്രതികരിക്കുകയാണ്. ഇന്നത്തെ ഈ വചന സന്ദേശത്തിനകത്ത് ഒരാഴമേറിയ ചിന്ത ഞാൻ നിങ്ങളുമായി വിളിച്ചു പറയുകയാണ്. അതിന്റെ 38-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 1:38. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ സ്വീകരിച്ചോ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ പുരുഷനെ അറിയാത്ത ദൂതന്റെ വാക്ക് അല്ലെങ്കിൽ ദൈവശബ്ദം ഏറ്റെടുക്കുന്നവളുടെ ശരീരത്തിൽ ദൈവശബ്ദം മാനിഫെസ്റ്റ് ആകുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇപ്പോൾ ആ കരം ഉയർത്തിപ്പിടിച്ച് അല്ലെങ്കിൽ കർത്താവെ എൻ്റെ മേളിൽ ഇത് പകരണമെന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചിലോട്ട് കൈവച്ചുകൊണ്ട് ഒരു ദൈവശക്തിക്കായി ദൈവിക വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചോ. നിന്റെ മേളിലേക്ക് ഈ ദൂത് പകരപ്പെടാൻ പോകുകയാണ്. ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, ആ വാക്ക് എൻ്റെ മേളിൽ ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ അവളിലേക്ക് ആ ദൂത് മാനിഫെസ്റ്റ് ആകുകയാണ്. അവരുടെ ശരീരത്തിൽ അത് വെളിപ്പെട്ട് വരികയാണ്. ഇത്രയും നാൾ പ്രാർത്ഥിച്ചതുപോലെ ഇപ്പോൾ ചിലവരെ ജീവിതത്തിനകത്ത് സൗഖ്യം നടക്കാൻ പോകുന്നു. ചിലവരെ ജീവിതത്തിനകത്ത് അടിപ്പണരാനുള്ള സൗഖ്യം, ആ കിടക്കയിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അടഞ്ഞത് ചിലത് തുറന്നു വരികയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അത്ഭുതവാതിൽ ഇതാ തുറന്നു വരുന്നു, അത്ഭുത ദൈവപ്രവൃത്തി ഇതാ തുറന്നു വരുന്നു. മറിയ ആ ദൂതനെ സ്വീകരിച്ചപ്പോൾ അവളിൽ അത് മാനിഫെസ്റ്റ് ആയെങ്കിൽ ദൈവവചനത്തിന് ശക്തിയുണ്ട്, ദൈവശബ്ദത്തിന് ശക്തിയുണ്ട്. നിന്നിൽ അത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. നിന്റെ മേളിൽ അത് മാനിഫെസ്റ്റ് ആയി തീരാൻ പോകുന്നു. ആത്മാവിൽ സ്വീകരിച്ചോ. ചിലവരുടെ ജീവിതത്തിനകത്ത് അത് വെളിപ്പെട്ട് കഴിഞ്ഞു. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, ദൂതൻ ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ, ദൈവദൂതന്മാർ ഇറങ്ങുമ്പോൾ സംഭവിക്കുന്ന എന്ത് ചോദിച്ചാൽ, ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, മനുഷ്യന് ചെല്ലാൻ പറ്റാത്തിടത്ത് ദൈവദൂതന്മാർക്ക് ചെല്ലാൻ കഴിയും എന്ന് പറഞ്ഞാൽ മറിയയുടെ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. മറിയയ്ക്ക് ഈ അനുഭവത്തിലേക്ക് മറിയ വരുമ്പോൾ അവൾ ലോക അപവാദത്തിലേക്ക് വരികയാണ്. എന്നെ കേൾക്കുന്നവരെ, ഒരു പുരുഷനെ അറിയാതെ, വിവാഹം നടക്കാതെ അവളിതാ ഗർഭസ്ഥയാണെന്ന് പട്ടണം അറിയുകയാണ്, ബന്ധുക്കാരറിയുകയാണ്. ഒന്നുകൂടെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കെട്ടാൻ പോകുന്ന ചെറുക്കനും അവൻ്റെ വീട്ടുകാരും അറിഞ്ഞെന്നുള്ളതാണ് വചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ, അവളുടെ ഭർത്താവെ യോസെഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു. 20-ാമത്തെ വാക്യം, ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസെഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, വിവാഹം നിശ്ചയം കഴിഞ്ഞ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഇതാ മണവാളൻ അല്ലെങ്കിൽ യോസെഫ് അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ നോക്കിയാണ്. എൻ്റെ ഭാഷയിൽ ഈ വചനത്തിനകത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, ഇതാ യോസെഫ് രഹസ്യത്തിൽ എങ്ങോട്ടോ മാറാൻ പോകുന്നു, അല്ലെങ്കിൽ എങ്ങോട്ടോ ഓടിപ്പോകാൻ പോവുകയാണ്. ഈ കല്യാണം നടക്കാത്ത രീതിയിൽ എന്തോ യോസെഫ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ നോക്കിയേ, ആർക്കും ഇതൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ ഞാൻ ഇങ്ങനൊന്ന് വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി ആരെല്ലാം വിരോധമായി ചിന്തിച്ചാലും, നിന്റെ ജീവിതത്തിനകത്തെല്ലാം അടയ്ക്കാമെന്ന് രഹസ്യത്തിൽ പ്ലാൻ ചെയ്യുകയും രഹസ്യത്തിൽ ചിന്തിക്കുകയും ചെയ്താലും ദൈവദൂതന് അതിൻ്റെ നടുവിൽ ഇടപെടാൻ കഴിയും. ദൈവദൂതന് ആ വ്യക്തികളോട് ഇടപെടാൻ കഴിയും. ഞാൻ ഇങ്ങനെയൊന്ന് വിശ്വസിക്കുന്നു, യോസെഫ് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തയ്യാറായാലും അവനെ സ്വപ്നത്തിൽ ചെന്ന് സംസാരിച്ച് അവനെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവദൂതന് കഴിയുമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ വഴി അടയ്ക്കാൻ നോക്കിയ, നിന്റെ നന്മകളെ അടയ്ക്കാൻ നോക്കിയ ചിലതിനോട് ദൈവദൂതനെ ഈ ദിവസങ്ങളിൽ സംസാരിക്കാൻ പോകുകയാണ്. ഒന്നുകൂടെ ആഴം ഞാൻ നിങ്ങളോട് നോക്കി വിളിച്ചു പറയുകയാണ്, ദൂതന്മാർ ചലിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ആഴം നിങ്ങളുമായി
പങ്കുവെക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും ചെല്ലാൻ പറ്റാത്തിടത്ത് ദൈവദൂതന്മാർക്ക് ചെല്ലുവാൻ കഴിയും. വിശ്വാസത്തിലൊന്ന് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ച്. ഇതാ അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം സ്വീകരിക്കുന്നവർ ഒരുമിച്ച് സ്വീകരിച്ചോ. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ ഹെരോദാവ് യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. അത് യഹൂദ ജനത്തിന് പ്രസാദമായി എന്ന് കണ്ടപ്പോൾ ഇതാ പത്രോസിനെയും അവൻ പിടിച്ചു. പത്രോസിനെ പിടിച്ച് ആ കാരാഗൃഹത്തിൽ അടയ്ക്കുന്ന ആ രാത്രിയിൽ ഇതാ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. ആ സഭയിൽ കൂടി വന്ന ഒരാൾക്ക് പോലും ഹെരോദാവിൻ്റെ കാരാഗൃഹത്തിൽ ചെല്ലാൻ കഴിയത്തില്ല, പത്രോസിനെ വിടുവിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൂതന്മാർ ചലിക്കുകയാണ്. നിന്റെ വിഷയത്തിനകത്ത് അസാധാരണമായി ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചിലതിനു വേണ്ടി അസാധാരണമായ വഴിത്തിരിവുകൾ ഇപ്പോൾ സംഭവിക്കുന്നു. ദൈവപ്രവൃത്തികൾ സംഭവിക്കുകയാണ്. ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിനക്കും എനിക്കും ചെല്ലാൻ പറ്റാത്ത വലിയ വാതിലുകൾ തുറക്കാൻ ഇതാ ദൂതന്മാർ ചെല്ലുകയാണ്. ആത്മാവിൽ ഒന്നുകൊണ്ടെന്ന് പറയുന്നു, സ്പീഡായി ഇന്ന് തന്നെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. ആ ഒറ്റ രാത്രിയിൽ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഹെരോദാവ് പ്ലാൻ ചെയ്തു. 1-ാം കവാടവും 2-ാം കവാടവും പട്ടണത്തിന്റെ വാതിലും അടച്ചു. ഒരു രീതിയിലും ഇനി പത്രോസ് രക്ഷപ്പെടരുതെന്ന് കരുതി കാരാഗ്രഹത്തിന് മുമ്പിൽ കാവൽക്കാരെ വരെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യന് ചെല്ലാൻ പറ്റാത്ത തരത്തിൽ ഇതാ ദൂതൻ ചെല്ലുകയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയുന്നു, നിനക്ക് ചെല്ലാൻ പറ്റാത്തടത്ത് നിന്റെ പേപ്പറിനെ ചലിപ്പിക്കാൻ, നിന്റെ വിഷയത്തിനകത്ത്, നിന്റെ തലമുറയുടെ വിവാഹത്തിന് നിനക്ക് വേണ്ടി ഒരത്ഭുത വഴി, ഒരു ജോലിയുടെ വാതിൽ തുറക്കേണ്ടതിനായി ഇതാ ദൂതന്മാർ കയറി ചെല്ലുന്നു. നിന്റെ പേപ്പർ ചലിക്കുകയാണ്, നിന്റെ ഫയൽ മൂവ് ചെയ്യുകയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനൊന്ന് സ്വീകരിച്ചോ. ഇതാ കാരാഗ്രഹത്തിൽ ദൂതൻ ഇറങ്ങി ചെല്ലുകയാണ്. ഞാൻ അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ്. പെട്ടെന്ന് ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി ആ അറയിൽ പ്രകാശം വെളിപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ട് പിടിച്ചിരിക്കുന്ന ചിലതിന് ഇപ്പോൾ വെളിച്ചം വെളിപ്പെട്ട് വരികയാണ്. നന്മ കാണാൻ പോവുകയാണ്, നന്മ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത പദം സ്വീകരിച്ചോ. അവന്റെ വിലാപ്പുറത്ത് തട്ടി ഇതാ ദൂതനെ അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. വേഗത്തിൽ എഴുന്നേറ്റ് അരമുറുക്കി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവന്റെ കയ്യിൽ കെട്ടിയിരുന്ന ചങ്ങല അഴിഞ്ഞു വിടും. ഇന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരു ദൂതന്റെ സന്ദർശനം നിങ്ങളുടെ ഭവനത്തിനുണ്ടാകുകയാണ്, നിങ്ങളുടെ അടുക്കൽ സംഭവിക്കുകയാണ്. ശത്രു കെട്ടിയിരിക്കുന്ന ചങ്ങലകൾ, അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് വിടത്തിൽ എന്ന് പറഞ്ഞ ചങ്ങലകൾ ഇപ്പോൾ അത് അഴിഞ്ഞു വീഴുകയാണ്. കർത്താവ് അത് ചെയ്യുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ ദൂതൻ നിന്നെ കരം പിടിച്ചുകൊണ്ട് 1-ാം കാവലും 2-ാം കാവലും തുറന്നു തരികയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. ഒരു വലിയ പ്രോസസ് ആത്മാവിൽ നിങ്ങൾക്ക് സ്വതമേ ചെയ്യാൻ പറ്റാത്ത, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്തത് ഇതാ ഒറ്റ രാത്രി കൊണ്ട് 1-ാമത്തെ വാതിലും 2-ാമത്തെ വാതിലും പട്ടണത്തിന്റെ ഇരുമ്പ് വാതിലും തനിയെ നിനക്ക് വേണ്ടി തുറന്നു വരാൻ പോകുന്നു. ദൂതന്മാർ നിനക്ക് വേണ്ടി ചലിക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് 3 വലിയ പ്രോസസ്സുകൾ സംഭവിക്കുകയാണ്. എൻ്റെ ഇന്നത്തെ ഈ ചിന്തയ്ക്കകത്ത് ഏറ്റവും വലിയ ദൂതൊന്ന് കൈമാറുന്നു. നിന്റെ ലൈഫിൽ ആ പേപ്പർ വർക്കിന് ഒരു സമയം പറഞ്ഞ, ആ ഗവൺമെന്റ് പ്രോസസ്സുകൾക്ക് ടൈം പറഞ്ഞ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തിന്റെ മുകളിൽ ഇതാ ഒരു ദൂതന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുന്നു. ഇപ്പോൾ തന്നെ പ്രോസസ്സുകൾ ക്യാൻസലായി. നിന്റെ പേപ്പറിനകത്ത് ഒരു അത്ഭുത പ്രവൃത്തി വെളിപ്പെടുകയാണ്. നിന്റെ ഇന്ന് ഈ അനുഭവത്തിനകത്ത് ആ ടൈമിനകത്ത് ദൈവം ഒരു വാതിൽ തുറക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ സകല പ്രോസസ്സുകളും ക്യാൻസലാകുന്നു. നിന്റെ പേപ്പറിനകത്ത് വിസ സ്റ്റാമ്പ് ചെയ്യപ്പെടുകയാണ്. ആത്മാവിൽ സ്വീകരിക്കുക. ഹല്ലേലൂയ. എല്ലാ പ്രോസസ്സുകളും ദൈവം ക്യാൻസൽ ചെയ്തുകൊണ്ട് ദൂതനാൽ ഇപ്പോൾ അധികാരികളുടെ ഹൃദയത്തെ തിരിക്കുകയാണ്. അത്ഭുതത്തെ ദൈവം ചെയ്യുകയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു പറയുന്നു, ഇതാ നിനക്ക് വേണ്ടി ഒറ്റ രാത്രി കൊണ്ട് 1-ാമത്തെ വാതിലും 2-ാമത്തെ വാതിലും പട്ടണത്തിന്റെ വാതിലും തുറന്നെന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങൾക്കുള്ളിൽ നീ മറ്റൊരു സ്ഥലത്ത് നിൽക്കാൻ പോകുന്നു. അടുത്തൊരു വാതിൽ തുറക്കുന്നത് കാണുകയാണ്. വലിയ ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദാനിയേൽ ഇതാ കൈകാലുകൾ കെട്ടി സിംഹക്കുഴിയിലേക്ക് അവർ വലിച്ചെറിയുമ്പോൾ അതാ സിംഹത്തിന്റെ വായടയ്ക്കുവാനായിട്ട് എൻ്റെ ദൈവത്തിന്റെ ദൂതൻ ആദ്യം അവിടെ ഇറങ്ങിച്ചെല്ലുകയാണ്. എത്ര വലിയ ശത്രുതയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും ഇപ്പോൾ പ്രാർത്ഥിച്ചോ. ശത്രുവിന് ചലിക്കാൻ പറ്റാത്ത രീതിയിൽ ചില ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയാണ്. ശത്രുവിന്റെ വാ ദൈവം അടച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ 6-ാം മാസം ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ മാസമാണ്. എൻ്റെ കൂടെ ഒന്ന് കണ്ണുകൾ അടയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 34-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം പറയുന്നത്, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി അയക്കപ്പെടുന്ന ദൂതന്മാർ ഇതാ നിങ്ങളുടെ വാതിലുകളെ തുറക്കാൻ പോകുന്നു. ഞാൻ ഒരു അത്ഭുത ദൈവം ചെയ്ത ഒരു അത്ഭുത സാക്ഷി പറയാനാണ് വന്നത്. കഴിഞ്ഞ ദിവസം പാസ്റ്റർ എൻ്റെ 10-ാം തീയതി പ്രെയർ നേരത്ത് എൻ്റെ തലയിൽ കൈവച്ചിട്ട് പാസ്റ്റർ ഒരു ദൂത് പറഞ്ഞായിരുന്നു. സിസ്റ്ററെ, തലമുറയിൽ നിന്നും ഒരു അത്ഭുതം ദൈവം സിസ്റ്റർ കാണും. ഇന്നലെ എൻ്റെ മോന് രാവിലെ ജോലിക്ക് പോകാൻ നേരത്ത് ഒരു വളവിൽ ഇങ്ങനെ ഇൻഡിക്കേറ്റർ ഇട്ട് വളഞ്ഞ് വരുമ്പം ഒരു മോൻ്റെ അത്ര പ്രായമുള്ള ഒരു 34 വയസ്സായ പയ്യൻ സ്പീഡിന് ജോലിക്ക് പോകാനായിട്ട് സ്പീഡിന് വന്ന് മോൻ്റെ വണ്ടിയിൽ തട്ടിയില്ല, പക്ഷേ ഫ്രണ്ടിൽ പോയി അവൻ വന്ന് വീണ് നല്ല
ഇടിച്ച് വീണ് വണ്ടിയെല്ലാം ഇതായി പോയി. അവിടെ കിടക്കുകയായിരുന്നു. ഒരു മനുഷ്യർ, ആട്ടോ ഡ്രൈവർ, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ആരും തന്നെ അവനെ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. മോൻ പറഞ്ഞു ഒന്ന് സഹായിക്കണേ, ഇതിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. ആരും തൊട്ടില്ല. മോൻ തന്നെ ആ മോനെ പൊക്കി കാറിലിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. 10 മണിക്ക് വന്നതാണ്. 3:30 മണി വരെ എല്ലാ കാര്യവും തന്നെ മോൻ അപ്പം തന്നെ അവിടെ എന്തോ ദൈവം തട്ടി മാറ്റി. ബ്രദർ പറഞ്ഞ്, പാസ്റ്റർ പറഞ്ഞ് അത്ഭുതം സംഭവിക്കും സിസ്റ്ററെ, തലമുറയിൽ കൂടെ അത് സാക്ഷി പറയണമെന്ന്. അന്നേരം അവൻ എന്തോ വലിയ കാര്യം സംഭവിക്കാനുള്ളത് തട്ടി മാറ്റി ആ മോനെയും രക്ഷിച്ച് അവന് ഒരു പ്രശ്നവും ഇല്ലാതെ ഹോസ്പിറ്റലിൽ എത്തിച്ച് മുട്ട് കീറി കുറച്ച് ഭാഗം പൊട്ടിയിട്ടുണ്ട്. അവന് വേറെ ശരീരത്തിന് വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അത്ഭുതകരമായി ദൈവം സഹായിച്ചതിന് എൻ്റെ ദൈവത്തിന് നന്ദി, കോടാകൊടി നന്ദി. ദൂത് പറഞ്ഞ പാസ്റ്ററിനും നന്ദി. ആമേൻ. ഒന്നുകൂടെ കരമൊന്ന് അടിച്ച് എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ സാക്ഷ്യം പറഞ്ഞ ഇവരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവർ ആരാധന മുടക്കാത്തവരാണ്. ഇവർ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണ്. അങ്ങനെ നിൽക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആരും നിന്നില്ലെങ്കിലും ദൈവം നിനക്ക് വേണ്ടി നിൽക്കും. കണ്ണുകൾ അടച്ചേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇതൊരു വലിയ ദൈവപ്രവൃത്തിയുടെ സമയമാകട്ടെ. കർത്താവെ, നാളുകളായി രോഗക്കിടക്കയിൽ കിടക്കുന്നവർ സൗഖ്യമാകട്ടെ. ദൈവദൂതന്മാരുടെ വിസിറ്റേഷൻ സംഭവിക്കട്ടെ. ആ വീട്ടിനകത്ത് കണ്ണുനീരും പ്രശ്നങ്ങളും ഇന്ന് ഈ മെസ്സേജ് കഴിയുമ്പോൾ മാറട്ടെ. കർത്താവെ, അത്ഭുത വഴികൾ, ജോലിയുടെ വാതിലുകൾ തുറന്നു വരട്ടെ. ദൈവപ്രവൃത്തികൾ സംഭവിക്കട്ടെ. ഈ അന്ത്യനാളുകളിൽ ദൈവത്തിൻ്റെ വലിയ കരം കണ്ടെന്ന് പറയുവാൻ ആ പട്ടണത്തിൽ സാക്ഷിയായി, ആ ഭവനത്തിൽ സാക്ഷിയായി, ആ സഭയിൽ സാക്ഷിയായി ചിലവർ എഴുന്നേറ്റ് വരട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതിനായി നന്ദി. കർത്താവെ, ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമാക്കിയാൽ നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾക്കിപ്പോൾ തന്നെ സാക്ഷ്യത്തിനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി വിളിക്കാം. ആ 8311 എന്ന് കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാട്ടെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പിലും കോൺടാക്ട് ചെയ്യാമെന്ന് ഓർപ്പിക്കുന്നു. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നവർക്ക് ഞാൻ തന്നെ പ്രതികരിക്കും. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കും. ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് മിസ്സാകുന്നു എന്ന് തോന്നിയാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അധികം മെസ്സേജുകൾ അതിനകത്തുണ്ട്. മറ്റുള്ളവർക്കും കൂടെ ഈ ലിങ്കുകൾ ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.